ഹായ് ഗൈസ്, ദിസ് ഇസ് ആശിഷ്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. സോ ദ നെയിം ഓഫ് ദ മൂവി ഈസ് കിങ്ഡം. ഓക്കെ, വിജയ് ദേവർക്കൊണ്ടയുടെ മൂവിയാണ്. ദെൻ സത്യദേവ്, ഭാഗ്യശ്രീ ആൻഡ് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. ആൻഡ് ഗൗതം, ഐ ഡോണ്ട് നോ ഹൂ ദാറ്റ് ഈസ്. ബട്ട് ഞാനിതിൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ ലൈക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് എക്സൈറ്റഡ് ആയി. കാരണം കുറേ നാൾ മുമ്പ് വരെ ലാസ്റ്റ് വിജയ് ദേവർക്കൊണ്ട മൂവി ഏതാ ഇറങ്ങിയത്? ലെറ്റ്സ് സി. ലാസ്റ്റ് ഇറങ്ങിയ വിജയ് ദേവർക്കൊണ്ടയുടെ മൂവി എന്ന് പറയുന്നത് 2024 ഫാമിലി സ്റ്റാർ. ഞാൻ ആ മൂവി അത്രയ്ക്കും ഒരു ഇത് കൊടുക്കുന്നില്ല. ബട്ട് അതിന് മുമ്പ് ഇറങ്ങിയത് ലൈഗർ, കറക്റ്റ്. കുറേ കൂടെ ബിൽഡ് ചെയ്തിറങ്ങിയ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മൂവി, ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ഹിസ് ഫിസിക് ഇൻ ദാറ്റ് മൂവി. കുറച്ചുകൂടെ മസിൽ ബിൽഡ് ചെയ്ത് ഇറങ്ങിയ ഒരു മൂവിയാണത്, കറക്റ്റ്. അതിനുശേഷം ഈ മൂവിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു 4-5 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഭവമാണ് ലൈക്ക് വിജയ് ദേവർക്കൊണ്ടയുടെ ആ ഒരു ലുക്ക്, ലൈക്ക് പറ്റ വെട്ടിയിട്ടുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഐ തിങ്ക് ദാറ്റ് ഈസ് ഫോർ ദിസ് മൂവി. സോ ഐ എം ലിറ്റിൽ എക്സൈറ്റഡ് അബൌട്ട് ദ മൂവി ടു വാച്ച് ഇറ്റ്. സോ ലെറ്റ്സ് നമുക്ക് തന്നെ ഒന്ന് ട്രെയിലർ കണ്ടു നോക്കാം. പിന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധ് മ്യൂസിക് ആണ്. സോ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് സീ, ലെറ്റ്സ് റിയാക്ട്. ஒரு எமர்ஜென்சி ஆபரேஷனுக்காக நீ அண்டர் கவர் ஸ்பையா மாறணும். ஓ நைஸ். உன் அம்மாவை, வீட்டை, வேலைய, ஊரை எல்லாத்தையும் மறந்துடணும். நீ கால் வைக்க போற புது உலகம் நீ மீட் பண்ண போற மனுஷங்க நீ சந்திக்க போற சிச்சுவேஷன் ரொம்ப ரிஸ்கி ஆபரேஷன் சூரி. சிவா, நீ ஸ்பையா போக போற கேங்குக்கு லீடர். உங்க அண்ணன் இங்க மோஸ்ட் வாண்டட் கிரிமினல், ஸ்மக்லர். உனக்கு வேணா கடவுளா இருக்கலாம், உண்மையிலே அவன் ஒரு ராட்சசன். வேணும்னா அவனுக்காக மொத்தத்தையும் கொடுத்துருவேன் சார். நான் அண்ணனை பத்தி அப்படிலாம் சொல்லாத. இன்னைக்கு வாழ்வா சாவான்னு இந்த 5 நிமிஷத்துல தெரிஞ்சிடும். புதுசா தானே வந்திருக்கிறேன், இங்க சில ரூல்ஸ் இருக்குது. பாபுராஜ், யுத்தம் இப்போதான் தொடங்கி இருக்கு. ഈ മ്യൂസിക് ഇതിനകത്തായിരുന്നോ? നൈസ്. അതോ ഇത് വേറെ ഇതിനകത്തേലും ഉണ്ടോ? ഇതിനു മുമ്പ് ഞാൻ ഇത് കുറെ കേട്ടിട്ടുണ്ട് ഈ മ്യൂസിക്. ஐ திங்க் இந்த மண்ணிலேயே ஏதோ பிரச்சனை இருக்கு. மனுஷங்களை கூட ராட்சசர்களா மாத்திடுது கிங்டம். இப்ப அவ என்னடான்னா இந்த ராட்சசர்களுக்கெல்லாம் ராஜாவாயிட்டான். നൈസ്. ഒരു KGF ചവ വരുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ട് വന്നു, അതെന്നാ ചോദിച്ചത്. കാരണം ലൈക്ക് ഈ ട്രെയിലറിന് ഒരുപാട് ഇൻഫോർമേഷൻ കൊടുത്ത പോലെ എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് ഇൻഫോർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ട്രെയിലറല്ലേ.
ലൈക്ക് ഒരു അണ്ടർ കവർ ഏജൻ്റ് ആണ്, നിന്റെ ട്രെയിനിങ് എല്ലാം നീ ഓർത്ത് വെച്ചിട്ട് നീ ഇവിടെ പോവുക. അവിടെ പോയി കഴിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന ആൾ ഒബ്വിയസ്ലി ആ ഒരു പ്രൊട്ടഗണിസ്റ്റിൻ്റെ അണ്ണനാണെന്നുള്ള രീതിയിലാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്ത പോലെ എനിക്ക് തോന്നി. അതോ എനിക്ക് അങ്ങനെ തോന്നിയതാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ബട്ട് ട്രെയിലർ വാസ് ഗുഡ്, ദ മേക്കിംഗ് വാസ് ഗുഡ്, ആക്ഷൻസ് സോ ഗുഡ്. ഇതിൻ്റെ ലൈക്ക് ഈ മൂവിനെ പറ്റി ഞാൻ ഒന്നും കണ്ടില്ല. ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ബൈ യാനിക് ബെൻ, ദാറ്റ് ഈസ് ഗുഡ്. യാനിക് ബെൻ. സിനിമാറ്റോഗ്രഫി, ഹൂ ഇസ് ദ സിനിമാറ്റോഗ്രാഫർ? ജോമോൻ ടി ജോൺ. Okay, nice. But overall, it was good watching, right? It was good. Let's see, July 31st. ഇറങ്ങുമോ നോക്കാം. ട്രെയിലർ ചിലപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ട്രെയിലർ ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തിട്ട് ഫ്ലോപ്പായ സിനിമകളും ഉണ്ട്. ട്രെയിലർ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ട്രെയിലർ വെച്ചിട്ട് ഭയങ്കര ഹിറ്റായ മൂവീസും ഉണ്ട്. സോ വി കനോട്ട് ബിലീവ് വാട്ട് ഈസ് ഗോണ ഹാപ്പൻ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഗുഡ്. കാരണം ഒരുപാട് ഞാൻ ഈ പറഞ്ഞല്ലോ, ഒരുപാട് ടൈം എടുത്ത് ചെയ്തൊരു മൂവിയാണല്ലോ. സോ ഇറ്റ് വിൽ ബി ഗുഡ്. സോ ദാറ്റ്സ് ഇറ്റ്. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.